ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹ്യൂണ്ടായി വെന്യൂവിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു വാഹനവും 14 ലക്ഷം രൂപയെ താഴെ കിട്ടുന്ന ഹ്യൂണ്ടായി വെന്യൂവിലെ ബെസ്റ്റ് കാറും നിങ്ങൾ ഈ കാണുന്ന N6 DCT വേരിയന്റ് ആണ്. നിങ്ങൾ HS6 അല്ലെങ്കിൽ HX5 വേരിയന്റ് ഒക്കെ നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ N6 കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഹ്യൂണ്ടായി വെന്യൂവിലെ നൈറ്റ് എഡിഷനേക്കാളും കാണാൻ ഭംഗിയുള്ള ഒരു വെന്യൂ ഉണ്ടെങ്കിൽ അത് N6 വേരിയന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓണത്തിന് നിങ്ങളൊരു വെന്യൂ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. കാരണം ഇപ്പോൾ ബുക്ക് ചെയ്താലായിരിക്കും ഓണത്തിന്റെ ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് വെന്യൂ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ HX6 വേരിയന്റും HX5 വേരിയന്റുമായിട്ടുള്ള കമ്പാരിസൺ പ്രൈസും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ അപ്ഡേറ്റഡ് ഹ്യൂണ്ടായി വെന്യൂവില് വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് 14 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് നിങ്ങൾ വെന്യൂ നോക്കുന്നത്. നിങ്ങൾക്ക് സാധാ വെന്യൂവിൽ നിന്നൊരു ഡിഫറെന്റ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വെന്യൂ വേണം, ഒരു സ്റ്റാൻഡലോൺ ക്രൗഡിൽ സ്റ്റാൻഡലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു വെന്യൂ വേണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത് ബെസ്റ്റ് വേരിയന്റ് ആണ് ഈ N6 DCT അല്ലെങ്കിൽ N6 മാനുവൽ വേരിയന്റ്. അതിന്റെ ഈ ബ്ലാക്ക് കളർ വേറെ ലെവൽ ലുക്ക് എന്ന് പറയേണ്ടി വരും. ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് ആണ്. മറ്റ് ഏത് വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ലഭിക്കുന്ന ഒരു വാഹനമാണ് ഈ N6 അല്ലെങ്കിൽ ഇതിന്റെ N8. ഇപ്പൊ N8ലേക്ക് പോകുമ്പോൾ നമുക്ക് ഏകദേശം 18 ലക്ഷം രൂപയുടെ അടുത്ത് ബഡ്ജറ്റ് വരുന്നുണ്ട്. അതിനേക്കാളും 4 ലക്ഷം രൂപ കുറവിൽ ഓൾമോസ്റ്റ് സിമിലർ ലുക്കിംഗ് ആയിട്ടുള്ള ഈ N6 നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. നോർമൽ വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന മാറ്റം വരുന്ന താഴത്തെ ബെമ്പർ യൂണിറ്റിലാണ്. വേറെ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ബെമ്പർ എന്ന് പറയേണ്ടി വരും. അതിനകത്തൊരു ഗ്രേ ഫിനിഷ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഗ്രേ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷിലാണ് ബെമ്പറിന്റെ പോർഷൻ വരുന്നത്. 195 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ആ ഒരു കണക്റ്റഡ് DRL കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള കണക്റ്റഡ് DRL. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് HX6 വേരിയന്റ് ആണ്. അതിനേക്കാളും വില കുറവിലാണ് നിങ്ങൾക്ക് ഈ N6 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് ആ ഒരു DRL കാണാനായിട്ട് പറ്റും. ഇൻഡിക്കേറ്റേഴ്സ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ N6 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഫ്രണ്ടിലെ ഗ്രില്ല് ഡ്യുവൽ സ്ലോട്ടേ വരുന്നുള്ളൂ. അതും ഒരു ഗ്ലോസി ഗൺ മെറ്റൽ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലൈറ്റ് ഒന്നും തന്നെ വരുന്നില്ല. വശങ്ങളിൽ ഈ ഒരു റെഡ് ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രധാന മാറ്റം വരുന്നത് നമ്മുടെ വീൽസിലാണ്. നമുക്ക് N6ലേക്ക് വരുമ്പോൾ 17 ഇഞ്ച് വീൽസ് ആണ് ലഭിക്കുന്നത്. 215, 55 or 17 ആണ് ടയർ സൈസ് വരുന്നത്. ആ N10ലൊക്കെ കാണുന്ന സെയിം അലോയ് വീൽസ് തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ. അതിൽ റെഡ് കാലിപ്പേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ്. അതുപോലെ തന്നെ ഈ വശങ്ങളിലെ ക്ലാഡിംഗ് നോർമൽ വെന്യൂവിൽ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണെങ്കിൽ ഇത് ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളെല്ലാം റെഡ് ലൈൻ പോകുന്നത് കാണാം. അത് ബാക്ക് വശം വരെ പോകുന്ന രീതിയിലാണ് വരുന്നത്. ഇവിടെ N ലൈൻ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇതിപ്പോ നൈറ്റ് എഡിഷനേക്കാളും വശങ്ങളിൽ നിന്ന് കാണാൻ ഭംഗി ഈ N ലൈൻ തന്നെയാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വാഹനം വരുന്നത്. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. B പില്ലറും C പില്ലറും എല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നോർമൽ വെന്യൂവിൽ ഈ പോർഷൻ ഒരു സിൽവർ ഫിനിഷിൽ വരുമ്പോൾ ഇതിനകത്ത് ആ ഗൺ മെറ്റൽ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വെന്യൂ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. റൂഫ് റെയിൽസും നമുക്ക് ആ ഒരു ഗൺ മെറ്റൽ ഫിനിഷ് തന്നെയാണ് വരുന്നത്. അതിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്കൊരു റെഡ് ഇൻസെർട്ട് കാണാനായിട്ട് പറ്റും. ഒരു സിംഗിൾ ഡിൻ സൺറൂഫ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ N6 വേരിയന്റിൽ വരുന്നില്ല. അപ്പൊ നോർമൽ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന പ്രധാന മാറ്റങ്ങളിലൊന്നാണ് സൺറൂഫ് വരുന്നില്ല, കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നില്ല എന്നുള്ളത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ള സ്പോയിലറാണ്. ബാക്കിലേക്ക് വന്നാലും നോർമൽ വെന്യൂ ആയിട്ട് നിരവധി മാറ്റങ്ങളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. പ്രധാന മാറ്റം വരുന്നത് നമുക്കൊരു ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പ് വന്നു, ഒരു ബ്രാൻഡ് ന്യൂ ബമ്പർ യൂണിറ്റ് വന്നു എന്നുള്ളതാണ്. അതിലും ആ ഒരു ഗ്രേ ഫിനിഷ് കാണാനായിട്ട് പറ്റും. നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. സെൻട്രലിൽ റിവേഴ്സ് ക്യാമറ, താഴെയായിട്ട് റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലും നോർമൽ വെന്യൂവിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ്, ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്, സിൽവർ ഫിനിഷിലാണ് ബമ്പർ വരുന്നതെങ്കിൽ ഇത് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ്. അതാണ് നോർമൽ വെന്യൂ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാകും. പിന്നെ കണക്റ്റഡ് ടൈലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. വെന്യൂവിന്റെ ബാഡ്ജിങ് അതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് കാണാം. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യും. ആകെ വരുന്ന ഒരു മിസ്സിംഗ് ബാക്കിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ്. ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 375 ലിറ്റർ ആണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. ഒരു പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. 60-40 സ്പീഡ് സീറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ സെയിം 195, 65, 15 ബേസ് വേരിയന്റ് വരുന്ന വീലുകളാണ് നമുക്ക് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക്
അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്കിലാണ് ഇന്റീരിയർ വരുന്നത്. അതും ഒരു റെഡ് സ്റ്റിച്ചിങ്ങോടൊക്കെ കൂടി നല്ല അടിപൊളി ലുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വെന്യൂ നൈറ്റ് എഡിഷൻ ആണെങ്കിൽ നമുക്ക് റൂഫ് വൈറ്റ് ഫിനിഷിലാണ് വരാറ്. ഇത് ഫുൾ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫ്ലിപ്പ് കീസാണ് കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രിയുടെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ ലെതറിറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് റെഡ് സ്റ്റിച്ചിങ് കാണാം. 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. താഴെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ ലെതറിറ്റ് സീറ്റുകളാണ് വരുന്നത്. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ എൻലൈൻ ബാഡ്ജിങ്ങോട് തന്നെ കൊടുത്തിരിക്കുന്നു. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. നമുക്ക് നമ്മുടെ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സ്റ്റീൽ പെഡലുകളാണ് എൻലൈൻ ആയിട്ട് വരുന്നത്. ഇതിനകത്തൊരു മാറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഫ്യൂവലിൽ ഇവിടെ ഓപ്പൺ ചെയ്യാനും ഫുഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. AC വെൻസിലൂടെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇനി അകത്ത മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നോർമൽ വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് നമുക്ക് N6 ലഭിക്കുന്നത്. അതിൽ പ്രധാന കാരണം ഈ ബ്രാൻഡ് ന്യൂ സ്റ്റിയറിംഗ് വീലാണ്. N സീരീസിൽ മാത്രം കാണുന്ന ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ഇതിനകത്ത് കാണാം. അതിനകത്ത് N ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വേറെ ഹ്യൂണ്ടായി ബാഡ്ജിങ്ങോ സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ വെന്യൂ എന്ന് പറഞ്ഞ ഒരു ലെറ്ററിങ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതർ റബ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് സ്റ്റിയറിംഗ് വീലാണ്. അകത്ത് റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. നമുക്ക് ഇടതുവശത്തായിട്ട് ക്രൂസ് കൺട്രോളും നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും, വലതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസുമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയെല്ലാം നമുക്കൊരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല, റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. ഇനി അത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇത് DCT ആയതുകൊണ്ട് വരുന്നുണ്ട്. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നോർമൽ വെന്യൂവിൽ കാണുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റാണ്, മാറ്റമൊന്നുമില്ല. ഫുള്ളി ഡിജിറ്റലാണ്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. ട്രിപ്പ് എ, ട്രിപ്പ് ബി, ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റോടെ സെയിം സ്ക്രീൻ തന്നെയാണ് വരുന്നത്. സെൻറ്ററിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഇതും ബേസ് വേരിയൻറ്റോട് സിമിലർ സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടി മ്യൂസിക് സിസ്റ്റമാണ്. അതിനകത്ത് ഒരു HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് കുറച്ചധികം ഫുൾ സ്ക്രീനിൽ കാണാനായിട്ടും താഴത്തെ ഒബ്ജക്റ്റ് കാണാനായിട്ടുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് അതിനകത്ത് അഡീഷണലി വരുന്നുണ്ട്. മ്യൂസിക് കേൾക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയർ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള മ്യൂസിക് കാര്യങ്ങളാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓട്ടോ AC വരുന്നില്ല. അത് വേണമെങ്കിൽ നമുക്കൊരു കുറവായിട്ട് പറയാം. ഇത്രയും ഫീച്ചേഴ്സ്, ഇത്രയും ലുക്കുള്ള വണ്ടിയിൽ ഓട്ടോ AC എന്തോ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഒരു മിഡ് വേരിയൻറ്റിൻ്റെ പ്രൈസിൽ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. AC വെൻസിലൂടെ എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷാണ്. നമുക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ മാനുവൽ AC. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ നമുക്കൊരു Type C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ചാർജിങ് പോർട്ട് നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടെയാണ് വരുന്നത്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാണാം. നമ്മളുടെ 7 സ്പീഡ് DCT ഗിയർ ലിവർ കാണാം. N-ലൈൻ ആയതുകൊണ്ട് ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. റെഡ് സ്റ്റിച്ചിങ് കാണാം. നമ്മൾ റിവേഴ്സ് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ N6 വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോ പാർക്ക് ബ്രേക്ക് ആൻഡ് ഓട്ടോ ഹോൾഡാണ് കൊടുത്തിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും വലിപ്പമുള്ള വലിയ ലെതറിറ്റ് സീറ്റുകളാണ്. അതിനകത്തും ആ റെഡ് പൈപ്പിങ്സും റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കാണാം. റൂഫും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ N6 വേരിയൻറ്റിൽ അല്ലെങ്കിൽ N-ലൈൻ സീരീസിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പ്രിംഗ് ഡാറ്റുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, മിറർ വരുന്നില്ല. നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് N-ലൈൻ്റെ ഇൻറ്റീരിയർ. എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ നിങ്ങൾ HS6 ഒക്കെ നോക്കുന്നവർക്ക് കുറച്ച് ഫീച്ചേഴ്സ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ N6 വേരിയൻറ്റ് കൺസിഡർ ചെയ്യാം. അത്യാവശ്യം ബുക്കിംഗ് ഡിലേ ഉണ്ട്. ബട്ട് സ്റ്റിൽ ബുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെർത്തായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഇവിടെ സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ വരുന്ന റെഡ് ഇൻസൈറ്റ് വരുന്നുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോൾ. അകത്ത് നമുക്ക് AC വെൻസ് ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. 2 Type C ചാർജിങ് പോർട്ടുകളും കാണാം. നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. ബാക്കിലും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ ലെതറിറ്റ് സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അതുകൊണ്ട് നീ റൂമിന് കൺസേൺസ് ഒന്നും തന്നെ വരുന്നില്ല.
വെനുവിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ്. ഈ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ എന്ന് നമുക്ക് പുതിയ വെനുവിനെ പറയാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ N-line സീരീസ് കൊടുത്തിരിക്കുന്ന നമ്മുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് 118 HP പവറും 172 Nm ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സ്. കമ്പനി 19 മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. N-line മാന്യമായി ഉപയോഗിക്കുന്നവർക്ക്, കാര്യം N-line എന്ന് വെച്ചാൽ ഒരു പവർഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ തോന്നും, അത്ര രസമാണ് ഓടിക്കാനായിട്ട്. പക്ഷേ ഒത്തിരി ആക്സലറേഷൻ കൊടുക്കാണ്ട് ഒരു മാന്യമായി ഓടിക്കുകയാണെങ്കിൽ 14-നും 15-നും ഇടയ്ക്കൊക്കെ ഈ വാഹനം മൈലേജ് തരും. അതിപ്പോൾ N-line ആണെങ്കിലും നോർമൽ ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിന് ആ ഒരു മൈലേജ് തരുന്നുണ്ട്. ഇനിയും ഇതിലൊരു 1.2 വരുന്നുണ്ട്. 82 HP പവറും 113.8 Nm ടോർക്കുമാണ്. നമ്മളുടെ i20, i10 ഒക്കെ കാണുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 18 തന്നെയാണ് അതിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഒരു 13-നും 14-നും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ഡീസലാണ്. ക്രെറ്റയിലെ കൊടുത്തിരിക്കുന്ന സെയിം ഡീസൽ എഞ്ചിൻ 1.5 ആണ്. 115 HP പവറും 280 Nm ടോർക്കുമാണ്. ഓടിക്കാൻ രസമുള്ള ഒരു എഞ്ചിനാണ്. കൂടെ നല്ല മൈലേജ് നമുക്ക് ആ എഞ്ചിൻ തരും. 20 കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. മാനുവൽ എടുക്കുന്നവർക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ 20-21 വരെ അത് മൈലേജ് തരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഒരു 16-18 റേഞ്ചിലൊക്കെയാണ് ഓട്ടോമാറ്റിക്കിന് മൈലേജ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡീസൽ നോക്കുന്ന സമയത്ത് ഡീസലിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് കൂടുതലായിരിക്കും. ആ ഒരു പ്രൈസ് കമ്പാരിസൺ നോക്കുന്ന സമയത്ത് പെട്രോൾ ടർബോ ആണെങ്കിലും വെർത്തായിട്ടുള്ളൊരു വാഹനമായിരിക്കും. ഇതിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ പ്രൈസ് നോക്കാം. വെന്യൂവിൽ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസം തൊട്ട്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. പല ആളുകളും വീഡിയോ കാണാറുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അവർക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം. അത് സജഷൻസ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാവും. ഇനി പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് ബേസ് വേരിയൻ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാം. HX2 1.2 7.99 lakhs ആണ് പ്രൈസ് വരുന്നത്. എക്സ് ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,45,000 രൂപ. ടർബോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടർബോ 10.45 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. മാനുവൽ. ഡീസലാണെങ്കിൽ 11.70. ഈ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഓണത്തിന് നിങ്ങളൊരു വെന്യൂ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം, വീഡിയോയുടെ എൻഡിൽ നമ്പർ ഉൾപ്പെടുത്താം. കാരണം ഇപ്പോൾ ബുക്ക് ചെയ്താലാണ് അടുത്ത മന്തിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാഹനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓണത്തിന് എന്തെങ്കിലും അഡീഷണൽ ഓഫർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫറും കൂടിയും ലഭിക്കും. അപ്പോൾ ബുക്കിംഗ് എത്രയും പെട്ടെന്ന് ചെയ്തിടാനായിട്ട് നോക്കുക. പിന്നെ വരുന്ന ബെസ്റ്റ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ HX5 ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇറക്കുന്ന ഒരു വേരിയൻറ്റും HX5 തന്നെയാണ്. HX5 1.2 ആണെങ്കിൽ 11,25,000 രൂപ. ഈ HX5ൽ തന്നെ HX5 പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുന്നുണ്ട് 11,75. HX5 ടർബോ മാനുവലിന് 11,60 വരുന്നുള്ളൂ. അതായത് HX5 1.2 ടർബോയും തമ്മിൽ ഏകദേശം ഒരു 35,000-40,000 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടർബോ ആണ് അവിടെ നല്ലത്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും HX5 വേരിയൻറ്റിലാണ്. അതിൻ്റെ DCTക്ക് 13,10,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് വെന്യൂൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 13,10 ആണ്. ഡീസലാണെങ്കിൽ 13,15. HX5 മാനുവലിനും ഓട്ടോമാറ്റിക് ആണെങ്കിൽ 14,15. അതായത് വെന്യൂവിൻ്റെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ 14,15,000 രൂപ മുടക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ N6 വേരിയൻറ്റ് വരുന്നത്. കാരണം ഈ N6 വേരിയൻറ്റ് മാനുവലിന് 12,70,75,000 രൂപയെ വരുന്നുള്ളൂ. ഇതിൻ്റെ DCT ഓട്ടോമാറ്റിക്കിന് നമുക്ക് 13,85,000 രൂപയാണ് പ്രൈസ് വരുന്നുള്ളൂ. അതായത് നമ്മളുടെ HX5 വേരിയൻറ്റിനേക്കാളും 75,000 രൂപയുടെ അടുത്ത് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള, കാണാൻ എക്സ്ട്രീംലി വേറെ ലെവൽ ലുക്കിൽ നിൽക്കുന്ന ഈ N6 വേരിയൻറ്റ് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ HX5 ഒക്കെ നോക്കുന്നവർ അത് പെട്രോൾ ഓട്ടോമാറ്റിക്കോ പെട്രോൾ മാനുവലൊക്കെയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വേരിയൻറ്റും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത വേരിയൻറ്റ് വരുന്നത് നമ്മളുടെ N6 വേരിയൻ്റാണ്. HX6 വേരിയൻ്റാണ്. ഈ HX6ൽ നമുക്ക് HX6 ടെക് എന്നും പറഞ്ഞാണ് 1.2 വരുന്നത്. 13,10,000 രൂപ. ആ പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറവ് പ്രൈസിന് ഈ N6 വാങ്ങാം. HX6 DCTക്ക് പ്രൈസ് വരുന്നത് 14,55. HS6നേക്കാളും 60,000 രൂപ കുറവിൽ നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങാം. HS6ലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണലി കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കീലെസ് എൻട്രി ലഭിക്കുന്നുണ്ട്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു HS6ൽ, ഒരു ഡൗട്ടാണ്. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ AC ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയാനായിട്ടുള്ളത്. പക്ഷേ
അതിനേക്കാൾ 60,000 രൂപ കുറവിൽ വാങ്ങുന്ന ഈ N6 വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്കായിട്ടുള്ളൊരു വാഹനം കിട്ടും. 17 ഇഞ്ച് അലോയ് വീൽസ് കിട്ടും, ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ കിട്ടും, ഒരു ബ്രാൻഡ് ന്യൂ സ്റ്റിയറിംഗ് വീല് കിട്ടും. അങ്ങനെ കുറച്ചധികം മാറ്റങ്ങൾ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ HS6 ഒക്കെ നോക്കുന്നവർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ N6 എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ HX5 നോക്കുന്നവർക്കും വേണമെങ്കിൽ N6 കൺസിഡർ ചെയ്യാം. ഇനിയും അടുത്തൊരു വേരിയൻറ്റ് വരുന്നത് ഇതിൻ്റെ N10 വേരിയൻറ്റിൽ DCT മാത്രമേ ഉള്ളൂ. 1875 അതായത് ഈ വാഹനത്തെക്കാളും 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വരെ കൂടുതൽ കൊടുത്താലാണ് നിങ്ങൾക്ക് N10 ലഭിക്കുകയുള്ളൂ. പിന്നെ HX8 ഇതിൽ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ആ വാഹനത്തിന് 1645. പിന്നെ HX10 ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്നത്. അതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1745 പെട്രോളിനും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 19 ലക്ഷവും. കാര്യം 15 ലക്ഷം രൂപ മുകളിലേക്കുള്ള പ്രൈസിൽ പോയി കഴിഞ്ഞാൽ ആരും മാനുവൽ വേരിയൻറ്റ് എടുക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഓട്ടോമാറ്റിക് മാത്രം അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹ്യുണ്ടായി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ വെന്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. ഒരു 1.5 ലക്ഷം തൊട്ട് 2 ലക്ഷം രൂപ വരെയൊക്കെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെന്യൂവിൻ്റെ ഏത് വേരിയൻറ്റും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1650 രൂപ വെച്ചിട്ട് അടവ് വരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ റിമൈൻഡ് ചെയ്യുന്നു, നിങ്ങൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് വെന്യൂ ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തിടുക. എന്നാലാണ് ഓണത്തിൻ്റെ ടൈമിലേക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓണത്തിന് വരുന്ന ഓഫർ എന്താണോ ആ ഓഫറും കൂടി നിങ്ങൾക്ക് എലിജിബിളായിട്ട് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.